നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ജനജീവിതം സങ്കീർണമാക്കിയതായി കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ്. നിർമ്മാണ നിരോധനം വികസനത്തെ പ്രതികൂലമായി ബാധിച്ചു. മറ്റു ജില്ലകളിലേതുപോലെ ഇടുക്കിയിലെ ജനങ്ങൾക്കും ഭൂമി സ്വതന്ത്രമായി ക്രയവിക്രയം നടത്താനും കെട്ടിടം നിർമ്മിക്കാനും അവകാശമുണ്ട്. കൃഷിക്കാരെ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വർഷങ്ങളായി പറയുന്നതല്ലാതെ നടപടി ഉണ്ടാകുന്നില്ലെന്നും PC തോമസ്. വന്യമൃഗങ്ങൾക്ക് കടക്കുന്നതിനായി ദേശീയപാതയിൽ അണ്ടർപാസുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. അണ്ടർപാസുകൾ നിർമ്മിക്കാൻ പദ്ധതി ഒരുക്കിയത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് കുറുകെ 3 ഇടങ്ങളിൽ. മുടങ്ങിക്കിടക്കുന്നത് സംസ്ഥാനത്തെ ആദ്യ വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതി. വീടിന് സമീപം കാറ്ററിംഗ് സ്ഥാപനം ആരംഭിച്ചതിനു ശേഷം കിണറ്റിലെ കുടിവെള്ളം മലിനമായതായി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് വാത്തിക്കുടി മുരിക്കാശ്ശേരി ടൗണിന് സമീപം താമസിക്കുന്ന ഇരിപ്പക്കാട്ട് സണ്ണിയും കുടുംബവും. മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിക്കത്തുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ വീഴ്ച വരുത്തിയ മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റി. പഞ്ചായത്ത് സെക്രട്ടറി GP ഉദയകുമാറിനെ മാറ്റിയത് കോഴിക്കോട് തൂണേരി പഞ്ചായത്തിലേക്ക്. നടപടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന്. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ജനജീവിതം സങ്കീർണമാക്കിയതായി കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ്. നിർമ്മാണ നിരോധനം വികസനത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് അവരുടെ ഭൂമിയിൽ സ്വതന്ത്രമായി നിർമ്മാണം നടത്താൻ കഴിയുന്നില്ല. മറ്റു ജില്ലകളിലേതുപോലെ ഇടുക്കിയിലെ ജനങ്ങൾക്കും ഭൂമി സ്വതന്ത്രമായി ക്രയവിക്രയം നടത്താനും കെട്ടിടം നിർമ്മിക്കാനും അവകാശമുണ്ട്. കാർഷിക വിളകളുടെ വിലയിടിവും ഉൽപാദനക്കുറവും കർഷകരെ പ്രതിസന്ധിയിലാക്കി. കൃഷിക്കാരെ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വർഷങ്ങളായി പറയുന്നതല്ലാതെ നടപടി ഉണ്ടാകുന്നില്ല. ഇടുക്കിയിലെ ജനങ്ങൾക്ക് നേരെയുള്ള ദ്രോഹ നടപടികൾക്കെതിരെ പാർട്ടി സമരം ശക്തമാക്കുമെന്നും PC തോമസ് കട്ടപ്പനയിൽ പറഞ്ഞു. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കത്തില്ല എന്ന രീതിയിൽ ഇവിടെ ഭൂമി ഉണ്ടെങ്കിലും ആ ഭൂമി ഉടമയ്ക്ക് ഇഷ്ടം പോലെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല എന്ന രീതിയിലാണ് ഇവിടെ നിയമം പ്രയോജനപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നിയമം ഉപയോഗപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദുരുപയോഗപ്പെടുത്തുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു കാലത്തും അങ്ങനെ ഒരു നിയമം പാടില്ല. നിയമത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ കളക്ടർ തന്നെ പ്രത്യേക ഒരു ഉത്തരവിട്ടതായി അറിയുന്നു. ആ ഉത്തരവിൽ പറയുന്നത് ഒരു കാരണവശാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദനീയമല്ല. എനിക്കൊരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ നിർമ്മാണം നടത്തണോ എന്ന് കളക്ടറാണോ തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റാണോ തീരുമാനിക്കേണ്ടത്? അങ്ങനല്ല. കേരള ഭൂപരിഷ്കരണ നിയമമുണ്ട്, അല്ലെങ്കിൽ മറ്റ് നിയമങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്. ഇതെല്ലാം പ്രമാണിച്ച് ഇതെല്ലാം പ്രകാരം നമുക്കൊരു സമ്പത്തുണ്ട് എങ്കിൽ അത് നിയമപരമായിട്ട് അത് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. പക്ഷേ അതിൻ്റെ എല്ലാം കൺട്രോൾ, അതെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത് ഉടമയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉടമയ്ക്ക് അതിനുള്ള അധികാരമില്ല. ഒരു കാരണവശാലും ഇത് അനുവദിക്കത്തില്ല എന്ന് മാത്രമല്ല, ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളിന്ന് അവിടെ ചർച്ച ചെയ്യും. ഒരു സംശയവുമില്ല. അവരുടെയൊക്കെ വികാരം ഞങ്ങൾക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി തയ്യാറാകും. വീടിന് സമീപം കാറ്ററിംഗ് സ്ഥാപനം ആരംഭിച്ചതിനു ശേഷം കിണറ്റിലെ കുടിവെള്ളം മലിനമായതായി പരാതി. വാത്തിക്കുടി മുരിക്കാശ്ശേരി ടൗണിന് സമീപം താമസിക്കുന്ന ഇരിപ്പക്കാട്ട് സണ്ണിയും കുടുംബവുമാണ് പഞ്ചായത്തിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും കളക്ടറേറ്റിലും പരാതി നൽകിയിരിക്കുന്നത്. മുരിക്കാശ്ശേരി ടൗണിലെ മാതാ ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തിക്കുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെയാണ് സമീപവാസിയായ ഇരിപ്പക്കാട്ട് സണ്ണിയും കുടുംബവും പരാതി നൽകിയിരിക്കുന്നത്. 30 വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറിലെ ജലം മലിനമാകുവാൻ കാരണം വീടിന് സമീപം പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് സ്ഥാപനത്തിലെ വേസ്റ്റ് ടാങ്കും മറ്റുമാണെന്ന് കുടുംബം ആരോപിക്കുന്നു. 30 വർഷമായിട്ട് ഞങ്ങളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുടിവെള്ളത്തിൻ്റെ കിണറാണിത്. നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു. ഈ കാറ്ററിംഗ് സർവീസ് ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിന് ഭയങ്കര മണവും ചൊവയും വന്നു. ഞങ്ങൾ പിന്നെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരുടെ ആ വേസ്റ്റ് വെള്ളമാണോ എന്തോ ഇവിടെ വന്ന് കിണറ്റിൽ കുടിക്കുന്നത്. നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു, അത് മുഴുവൻ മലിനമായി. ഞങ്ങൾ പഞ്ചായത്തിൽ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തു, ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കയ്യിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. എന്നിട്ട് അവർ ഒരു പ്രാവശ്യം ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നൊന്ന് നോക്കിയിട്ട് പോയി. അതിന് കാര്യമായിട്ടുള്ള ഒരു പ്രതികരണമൊന്നും കണ്ടില്ല. പഞ്ചായത്തിൽ കൊടുത്തിട്ടും അവരും വന്ന് ഒന്ന് നോക്കാൻ പോലും ഒത്തിരി താമസിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഓരോരുത്തർ വരുന്നത്. ഒരു 2-3 ആഴ്ചയായിട്ട്
ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അയൽവക്കത്തെ വീട്ടിൽ ചെന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അങ്ങനെയാണ് ഇപ്പോൾ കഴിയുന്നത്. വലിയ ദുർഗന്ധം അനുഭവപ്പെടുന്ന ഈ ജലം വീട്ടുകാർ ഉപയോഗിച്ചതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു. വേനൽ ആരംഭിക്കുന്നത് മുതൽ 2 അടി മാത്രം ജലമേ കിണറിൽ സാധാരണയായി ഉണ്ടാകാറുള്ളൂ. എന്നാൽ ഇപ്പോൾ 6 അടിയിലധികം ജലം കിണറ്റിൽ ഉള്ളതായും കുടുംബം പറയുന്നു. ജലം പരിശോധിച്ചതിൽ നിന്നും വളരെ ഉയർന്ന നിലയിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ജലം ഉപയോഗിക്കരുതെന്ന് അധികൃതർ അറിയിച്ചതായും കുടുംബം പറഞ്ഞു. ഞങ്ങളുടെ വെള്ളം ഇതുവരെയും ശരിയായിട്ടില്ല. കുടിവെള്ള പ്രശ്നം ഞങ്ങൾക്ക് വെള്ളം ചെക്ക് ചെയ്യാൻ, അത് കഴിഞ്ഞ് വെള്ളം ചെക്ക് ചെയ്യാൻ കൊടുത്തു. അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ബാക്ടീരിയ ഹൈ ആണ്, അത് തൊട്ടുപോയതെന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഞങ്ങളുടെ ജീവന് തന്നെ ആവത്താണ്. ഞങ്ങൾ അയൽവക്കത്തുനിന്ന് വെള്ളം തേണ്ടിയാണ് ഇപ്പോൾ കഴിയുന്നത്. ഞങ്ങൾ രോഗികളാണ്, ഞങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന അവസ്ഥയിലാണ്. എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. പഞ്ചായത്തിൽ നിന്നും ഹെൽത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്നുപോയതല്ലാതെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. കിണറിലെ ജലം മലിനമായ സാഹചര്യത്തിൽ കുടിവെള്ളത്തിനായി ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ കുടുംബം. മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിക്കത്തുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ വീഴ്ച വരുത്തിയ മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റി. പഞ്ചായത്ത് സെക്രട്ടറി GP ഉദയകുമാറിനെ കോഴിക്കോട് തൂണേരി പഞ്ചായത്തിലേക്കാണ് മാറ്റിയത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. മാർച്ച് 29-നാണ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ദീപ രാജ്കുമാർ രാജിവെച്ചത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പമെത്തിയാണ് ദീപ രാജിക്കത്ത് സെക്രട്ടറിക്ക് കൈമാറിയത്. എന്നാൽ തന്നെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ഒപ്പിടാൻ നേതാക്കൾ നിർബന്ധിച്ചെന്നും വഴങ്ങാതെ വന്നതോടെ തന്റെ പേരിൽ വ്യാജ ഒപ്പിട്ട് കത്ത് കൈമാറുകയാണ് ചെയ്തതെന്നും ദീപ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. കമ്മീഷന്റെ തെളിവെടുപ്പിൽ രാജിക്കത്തിൽ ദീപ ഒപ്പിട്ടത് തന്റെ സാന്നിധ്യത്തിൽ അല്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി മൊഴി നൽകി. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദീപയെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചിരുന്നു. എന്നാൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം സെക്രട്ടറിയുടെ മുൻപിൽ വെച്ച ഒപ്പിടാത്ത രാജിക്കത്ത് സ്വീകരിച്ചതും ഓഫീസ് സമയം കഴിഞ്ഞ് ദീപയുടെ പരാതി സ്വീകരിച്ചതും രാജിക്കത്ത് ലഭിച്ചതിന്റെ രസീത് നേതാക്കൾക്ക് നൽകിയതും സെക്രട്ടറിയുടെ ഭാഗത്തെ വീഴ്ചയായി കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പഞ്ചായത്ത് വകുപ്പ് അധികൃതർക്കും പരാതി നൽകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സ്ഥാനത്ത് തിരിച്ചെത്തിയ ദീപ പിന്നീട് പ്രസിഡന്റ് സ്ഥാനം സ്വമേധയാ രാജിവെച്ചിരുന്നു. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ കാക്കത്തോട് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട സമരം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറച്ചു നാളുകളായി കാക്കത്തോട് മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ്. ഈ മേഖലയിലെ 5ഓളം വരുന്ന കർഷകരുടെ കാർഷിക വിളകൾ പൂർണ്ണമായും കാട്ടാനകൾ നശിപ്പിച്ചു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് കടക്കാതിരിക്കാൻ വനംവകുപ്പ് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട സമരം ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനത്തെ മുഴുവൻ 14 ജില്ലകളിലും ആലപ്പുഴ ജില്ലയൊഴികെ ബാക്കി 13 ജില്ലകളിലും അതിഭയങ്കരമായ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാം, കേരള സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെയുണ്ട്. അതിനൊരു വനം മന്ത്രി എന്ന് പറയുന്ന ഒരാളുണ്ട്. AK ശശീന്ദ്രൻ എന്ന് പറയുന്ന ഈ നാടിനും ഈ വീടിനും കൊള്ളാത്ത ഒരു മന്ത്രി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു മനുഷ്യ ജീവൻ കടുവായി എടുത്തുകൊണ്ടുപോയപ്പോൾ ആ മനുഷ്യജീവനെ കൊന്ന് ഭക്ഷിച്ച ആ കടുവായെ അതിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം കൊടുത്ത അവിടുത്തെ DFI സ്ഥലം മാറ്റിയ ഒരു ശശീന്ദ്രൻ മാത്രമല്ല ഇതിന്റെ കുഴപ്പം. ഈ ശശീന്ദ്രനെ അവിടെ ഇരുത്തിയിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ തലവനായ ഒരു ദുർഭൂതം ഈ കേരള സംസ്ഥാനത്ത് ഭരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഈ ശശീന്ദ്രനെ പോലെയുള്ള ആളുകളെ ഇവിടെ മന്ത്രിമാരായി നിയമിച്ചിരിക്കുന്നത്. ഇവിടുന്ന് കുടിയൊഴിപ്പിച്ചു വിടാൻ സാധിക്കുമോ? അതിന് വേണ്ടിയുള്ള ഒരു തീവ്ര പരിശ്രമമാണ് ഈ ഗവൺമെന്റ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനമേഖലയിൽ സിനിമാ ഷൂട്ടിങ്ങിന് അനധികൃതമായി അനുമതി നൽകിയതിനാലാണ് ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായി ഇറങ്ങാൻ കാരണമെന്ന് നേതാക്കൾ ആരോപിച്ചു. മനോജ് പ്ലാത്തറ, സണ്ണി മഞ്ഞമറ്റം, അരുൺ പൊടിപാറ, ജോർജ് കൂറുംപുറം, NP ഫിലിപ്പ്, സിജോ പാറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പണം നിക്ഷേപിച്ചാൽ ലാഭം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തയാൾ അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശി ഷെഫിനാണ് അറസ്റ്റിലായത്.
കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നാണ് മൂന്നാർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മൂന്നാർ സ്വദേശിയായ യുവതിയാണ് തട്ടിപ്പിനിരയായത്. പലതവണയായി ഇവരിൽ നിന്ന് 8,31,865 രൂപ തട്ടിയെടുത്തു. 2024 ഫെബ്രുവരി 2 മുതൽ 17 വരെയുള്ള കാലയളവിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ലാഭം നേടാമെന്ന ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇയാൾ യുവതിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. ഇതിനുശേഷം വിവിധ ലിങ്കുകൾ അയച്ചു നൽകി പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു. ചെറിയ ടാസ്കുകളും നൽകി. ഇത് പൂർത്തിയാക്കുമ്പോൾ ഇരട്ടിപ്പണം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. പലതവണയായി യുവതി പണം നൽകി. ഇയാൾ നൽകിയ വെബ്സൈറ്റിലുള്ള യുവതിയുടെ അക്കൗണ്ടിൽ ലാഭം വർദ്ധിക്കുന്നതായി കാണിച്ചിരുന്നു. പണം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാമെന്നും ഇയാൾ ഉറപ്പ് നൽകി. തുക പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് പരാതി നൽകുകയായിരുന്നു. യുവതി കടം വാങ്ങിയാണ് പണം നൽകിയത്. ദുബായിലിരുന്നാണ് പ്രതി തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പോലീസ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് നൽകിയിരുന്നു. വ്യാഴാഴ്ച ദുബായിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. മൂന്നാർ SI ബിനു ആൻഡ്രൂസ്, CPMമാരായ KV ഷിജു, റസാഖ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ കോഴിക്കോട് നിന്നും കസ്റ്റഡിയിലെടുത്തത്. അടിമാലി കല്ലാർകുട്ടിക്ക് സമീപം കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. കല്ലാർകുട്ടി വെള്ളത്തൂവൽ റോഡിൽ റേഷൻകട സിറ്റിക്ക് സമീപമാണ് അപകടം സംഭവിച്ചത്. കൂടാതെ അടിമാലി ചാറ്റുപാറ ഗ്യാസ് പടിയിൽ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് വീട്ടുമുറ്റത്തേക്ക് തലകീഴായി മറിഞ്ഞും അപകടമുണ്ടായി. യാത്രക്കാർ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കല്ലാർകുട്ടിക്ക് സമീപം കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴ്ചയിലേക്ക് പതിച്ചാണ് ഒരു അപകടമുണ്ടായത്. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന യുവാവിന് പരിക്ക് സംഭവിച്ചു. കല്ലാർകുട്ടി വെള്ളത്തൂവൽ റോഡിൽ റേഷൻകട സിറ്റിക്ക് സമീപം വെച്ച കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ജലാശയത്തിൽ പതിക്കാതെ വാഹനം കരയിൽ തങ്ങി നിന്നത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. പ്രദേശവാസികളും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റ യുവാവിനെ അടിമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനത്തിൽ യുവാവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് വിവരം. അടിമാലി ചാറ്റുപാറ ഗ്യാസ് പടിയിലാണ് മറ്റൊരു അപകടം സംഭവിച്ചത്. കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് വീട്ടുമുറ്റത്തേക്ക് തലകീഴായി മറിയുകയായിരുന്നു. യാത്രക്കാർ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. 2 അപകടത്തിലും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കോൺഗ്രസ് കട്ടപ്പന കുന്തളംപാറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കുരിശുപള്ളി കുന്തളംപാറ ഈഴക്കുന്നേൽ ഭവനത്തിൽ വെച്ചാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് വാർഡുകൾ തോറും മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തിവരുന്നത്. ഡീൻ കുര്യാക്കോസ് MP കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഇതൊരു മഹാസമ്മേളനമായി തന്നെ മാറിയിരിക്കുന്നു. കോൺഗ്രസ് ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ നാട് നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം വെച്ചുകൊണ്ട് സംഘടന കുറെ കൂടി ശക്തിപ്പെടുത്താൻ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹായ സഹകരണങ്ങളും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്തുടനീളം നടത്തപ്പെടുന്ന കുടുംബസംഗമത്തിന്റെ ഭാഗമാണ് ഇവിടെ നമ്മളിപ്പോൾ ചേർന്നിരിക്കുന്നത്. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ നേതാക്കൾ ആദരിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി തോമസ് രാജൻ, അഡ്വക്കേറ്റ് KJ ബെന്നി, തോമസ് മൈക്കിൾ, സിജു ചക്കുമൂട്ടിൽ, ബീന ടോമി, ജോയി ആനിത്തോട്ടം തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ വിഭാഗം സാമൂഹ്യശാസ്ത്ര അധ്യാപകരുടെ അവധിക്കാല അധ്യാപക സംഗമത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. നാടിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വിപത്തിനെ തുടച്ചു നീക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവധിക്കാല അധ്യാപക പരിശീലനത്തിൽ ഈ വിഷയത്തെ ഏറെ പ്രാധാന്യത്തോടെയാണ് കണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സാമൂഹ്യശാസ്ത്ര വിഭാഗം അധ്യാപകർ ജില്ലയിലെ ടൂറിസം സെന്ററായ രാമക്കൽമേട്ടിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും ബോധവൽക്കരണ ക്ലാസും ലഘുലേഖ വിതരണവും നടത്തിയത്. SRGമാരായ അമ്പിളി G, ഷിജോ ജോൺ, ഷൈനി ജോസ്, അധ്യാപകരായ സാബു ജോസഫ്, ഷാജഹാൻ P, ഫാദർ ബോബി, സിലിൻ മൈക്കിൾ, ഷോജി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ചിയാർ ശ്രീദേവി വിലാസം NSS കരയോഗത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥനായിരുന്ന അബ്ദുൾ ജബ്ബാർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കരയോഗത്തിന് കീഴിലെ മുഴുവൻ കുടുംബാംഗങ്ങളും ക്ലാസ്സിൽ പങ്കെടുത്തു. ഇന്നത്തെ സമൂഹത്തെ കാർന്നുതിരുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കാഞ്ചിയാർ 2791 നമ്പർ
ശ്രീ ദേവി വിലാസം NSS കരയോഗത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ലഹരി ഉപയോഗിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ സംബന്ധിച്ചും എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനങ്ങളെക്കുറിച്ചും ക്ലാസുകൾ നൽകി. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്ന അബ്ദുൽ ജബ്ബാർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മൊബൈൽ ഫോൺ ഒരു ലഹരിയല്ലേ? ന്യൂ ജനറേഷൻ്റെ ഒരു വലിയ ലഹരി. ന്യൂ ജനറേഷനായാലും ഓൾഡ് ജനറേഷനായാലും അതും എന്താണ്? ഒരു ലഹരിയാണ്. വാഹനം ഓടിക്കുന്നത് ലഹരി, കൃഷി ചെയ്യുന്നത് ലഹരി, ജോലിയിൽ ഏർപ്പെടുന്നത് ലഹരി, പാചകവും ലഹരി, വാഹനവും ലഹരി. ഇതിലെവിടെയാണ് ലഭ്യമേ ഇരിക്കുന്നത്? പ്രാണിയുണ്ടോ? ഇല്ല, സിഗരറ്റും ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നു ലഹരി നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ലഹരി ഇഷ്ടമാണോ? ആണോ? കരയോഗത്തിന് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരയോഗം പ്രസിഡന്റ് MP രവീന്ദ്രൻ നായർ, സെക്രട്ടറി ദിലീപ് കുമാർ, വനിതാ സമാജം സെക്രട്ടറി ജിജ ഓമനക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് കഴിഞ്ഞ SSLC പരീക്ഷയിൽ വിജയിച്ചവർക്ക് അനുമോദനങ്ങൾ നൽകി. കൂടാതെ കുട്ടികൾക്ക് നോട്ട്ബുക്ക്, പേന എന്നിവ വിതരണം ചെയ്തു. SNDP യോഗം കട്ടപ്പന പുളിയന്മല ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ പുതിയ കുടുംബയോഗ രൂപീകരണം നടന്നു. ശാഖായോഗം പ്രസിഡന്റ് പ്രവീൺ വട്ടമല ഉദ്ഘാടനം ചെയ്തു. പാറക്കടവ് വാഗവയലിൽ VK സോമന്റെ വസതിയിൽ വെച്ച് ചേർന്ന കുടുംബയോഗം ശാഖായോഗം പ്രസിഡന്റ് പ്രവീൺ വട്ടമല ഉദ്ഘാടനം ചെയ്തു. ഭൂപ്രകൃതിയുടെയും ആളുകളുടെ എണ്ണത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ, പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സഹായയോഗങ്ങളുടെ രൂപീകരണവും അതോടൊപ്പം തന്നെ പോഷക സംഘടനകളുടെയൊക്കെ രൂപീകരണം പലപ്പോഴായിട്ട് നടക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു പുതിയ കുടുംബയോഗവും കൂടെ ഇവിടെ രൂപീകൃതമാകുന്നത്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും. ഈ ഒരു കുടുംബയോഗത്തിൻ്റെ തുടക്കത്തിന് നന്ദി കുറിക്കുവാനും ഒക്കെ ഒരുപക്ഷെ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ നമുക്കത് കാണാൻ സാധിക്കും. കുടുംബയോഗം ചെയർമാൻ ശ്രീജിത്ത് സോമൻ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ വെച്ച് TK മാധവൻ ഫോട്ടോ അനാച്ഛാദനം മുൻ പ്രസിഡന്റ് PB വിജയൻ നിർവഹിച്ചു. ശാഖാഭാരവാഹികളായ ശശിധരൻ കല്ലുറുമ്പിൽ, അനീഷ് നിരപ്പേൽ, ഷാജി ചെറിയ കൊല്ലപ്പള്ളിൽ, സുരേഷ് നെടിയപാലയ്ക്കൽ, വനിതാ സംഘം പ്രസിഡന്റ് രാധാമണി കൃഷ്ണൻകുട്ടി, KV ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മയുടെയും ബാലജനസഖ്യം അണക്കര യൂണിയന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി പ്രസംഗ പരിശീലന കളരി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം GGK ഫിലിപ്പ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ കുട്ടികൾക്കായിട്ടാണ് പ്രസംഗകലയുടെ പ്രാഥമിക പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. സദസ്സിനെ അഭിമുഖീകരിക്കുന്നതിൽ ഉള്ള ഭയം അകറ്റുക, ആത്മവിശ്വാസത്തോടെ സദസ്സിനെ നേരിടാൻ പ്രാപ്തരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മയും അഖില കേരള ബാലജനസഖ്യം അണക്കര യൂണിയനും സംയുക്തമായി ഏകദിന പ്രസംഗ പരിശീലന കളരി സംഘടിപ്പിച്ചത്. സ്നേഹക്കൂട്ടായ്മ ഓഫീസ് ഹാളിൽ നടന്ന പരിശീലന കളരി ജില്ലാ പഞ്ചായത്ത് അംഗം GGK ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. അവര് വളരെ സുന്ദരമായ നോവൽ എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ്. അവളുടെ ഭർത്താവ് പുരാവസ്തു ഗവേഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഒരിക്കലും സാഹിത്യ മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേന് ഇവരോട് ചോദിച്ചു, നിങ്ങളൊരു സാഹിത്യകാരി, നിങ്ങളുടെ ഭർത്താവ് ഒരു പുരാവസ്തു ഗവേഷകൻ, അതെങ്ങനെ പൊരുത്തപ്പെടും? അപ്പൊ അവര് പറഞ്ഞൊരു മറുപടിയുണ്ട്, തമാശയാണ് എൻ്റെ അടുത്ത് വലിയ കാര്യമല്ല. അവർ പറഞ്ഞതെന്നറിയാം, എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ പുരാവസ്തു വകുപ്പിൽ ജോലിയുള്ള ഭർത്താക്കന്മാരെ കിട്ടുന്നതാണ് നല്ലത്. അപ്പൊ അവർ ചോദിച്ചാൽ എന്താ? അവർക്ക് പുരാവസ്തുക്കളോടല്ലേ താല്പര്യം, പ്രായം ചെല്ലുന്നത് നമ്മളെ അവർ നന്നായി നോക്കില്ല. ഈ പുരാവസ്തു ഗവേഷകർക്ക് എപ്പോഴും പഴക്കം ചെന്ന സാധനത്തിനോടാണല്ലോ ഇഷ്ടം, അല്ലെ? അവർ ഏറ്റവും പഴക്കമുള്ളത് തേടി നടക്കുന്നവരാണ്. കാഴ്ച സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് മാത്യു, റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബെന്നി ജോൺ എന്നിവർ ക്ലാസുകൾ നയിച്ചു. റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഷാജി PS, സഖ്യം മുൻ ഭാരവാഹിയും മെന്റലിസ്റ്റുമായ റിയ റോസ് എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ നന്ദന PS ചടങ്ങിൽ അനുമോദിച്ചു. സഖ്യം യൂണിയൻ രക്ഷാധികാരി സാബു കുറ്റിപ്പാലക്കൽ, സഹകാരി ഫോറം കൺവീനർ സജി ജോർജ്, ഭാരവാഹികളായ റിച്ച മരിയ സോണി, അന്ന സിംസൺ, ആദിൻസ് KS, അമൽ അലക്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം നടന്നു. കോളേജിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളുടെ സംഘടനയായ മുന്നോടിയുടെ കുടുംബസംഗമമാണ് നടന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ V കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ആരംഭിച്ച 1977-78, 1978-79 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ മുന്നോടിയുടെ കുടുംബസംഗമമാണ് നടന്നത്. കട്ടപ്പന ഗവൺമെന്റ് കോളേജ് തുടങ്ങിയത് 1977 വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഹൈസ്കൂളിന്റെ താൽക്കാലിക ഷെഡിലാണ്. ഒപ്പം യാത്രാ ഭൗതിക സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നുമില്ല. കഷ്ടപ്പാട് സഹിച്ച അന്നത്തെ കുട്ടികൾ വിവിധ തുറകളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ബാച്ചിന്റെ 2ാം വർഷമാണ് നിലവിലുള്ള ഗവൺമെന്റ് കോളേജിന്റെ സ്ഥലത്ത് ഷെഡ് കെട്ടി കോളേജ് തുടങ്ങിയത്. പഴയ വിദ്യാർത്ഥികളുടെ സംഘടന മുന്നോടിയ എല്ലാ വർഷവും മെയ് മാസത്തിൽ ഇത്തരത്തിൽ സംഗമം സംഘടിപ്പിച്ചു വരുന്നു. ഗവൺമെന്റ് കോളേജ് കോൺഫറൻസ് ഹാളിൽ നടന്ന സംഗമം പ്രിൻസിപ്പൽ ഡോക്ടർ V കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ കോളേജിനോട് ഇത്രയും സ്നേഹം കാണിക്കുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്.
കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയും കൂടി അറിയിക്കാറുണ്ട്. ഈ വർഷം MG യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് റാങ്ക് നമ്മുടെ കോളേജിലേക്കാണ്. അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കോളേജിനോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് നടത്തുന്നതാണ്. മുന്നോടി പ്രസിഡന്റ് KJ മാത്യു അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി KV വിശ്വനാഥൻ, ട്രഷറർ ലൂക്ക ജോസഫ്, തോമസ് രാജൻ, ML ജോസഫ്, VT തോമസ്, NK രാജൻ, മോളി തോമസ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. KJ മാത്യു, KV വിശ്വനാഥൻ, ലൂക്ക ജോസഫ് എന്നിവർ ഭാരവാഹികളായി 20-അംഗ കമ്മിറ്റിയായും തിരഞ്ഞെടുത്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ CDSന്റെ വാർഷിക പരിപാടികൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹിക ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ട് 1998 കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ചത്. അന്നു മുതൽ സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ള നിരവധി ചുവടുകളാണ് ഈ കൂട്ടായ്മ പിന്നിട്ടത്. കുടുംബശ്രീയുടെ 27ാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 27 വർഷം പൂർത്തിയായി 28ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്കറിയാം നമ്മുടെ കുടുംബശ്രീ എത്രത്തോളം നമുക്ക് നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ തന്നിട്ടുണ്ടെന്ന്. ഒരുപാട് നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു കോട്ടമുണ്ടെങ്കിൽ അതിനെ മാത്രം തള്ളിക്കളഞ്ഞുകൊണ്ട് എന്നും മറ്റുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്നും നമ്മളെ പൂർണ്ണതയിൽ എത്തിക്കുന്നത്. നമ്മുടെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ 200-സംതിങ്ങോളം കുടുംബശ്രീകളുണ്ട്. അതെന്നും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് തന്നെയാണ്. ഓരോ കുടുംബശ്രീയിലെ റിപ്പോർട്ടുകളായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് പറഞ്ഞാലും എല്ലാവരും ഒരു മനസ്സോടുകൂടി ചെയ്യാൻ തൽപരരായവർ തന്നെയാണ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഓരോ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കുടുംബശ്രീ അംഗത്തെക്കുറിച്ച്. CDSലെ ഏറ്റവും പ്രായം കൂടിയ കുടുംബശ്രീ അംഗമായ അടക്കനാട്ട് റോസമ്മയെയും കരിമ്പനക്കൽ മേരിയമ്മയെയും യോഗത്തിൽ ആദരിച്ചു. CDS ചെയർപേഴ്സൺ ലിസി മാത്യു അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രഹ്ലാദൻ, ജിൻഡു ബിനോയ്, ചിഞ്ചുമോൾ, CDS വൈസ് ചെയർപേഴ്സൺ ജെസ്സി ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വന്യമൃഗങ്ങൾക്ക് കടക്കുന്നതിനായി ദേശീയപാതയിൽ അണ്ടർപാസുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപനത്തിലൊതുങ്ങി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് കുറുകെ 3 ഇടങ്ങളിലാണ് അണ്ടർപാസുകൾ നിർമ്മിക്കാൻ പദ്ധതി ഒരുക്കിയത്. സംസ്ഥാനത്തെ ആദ്യ വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതിയാണിത്. കാട്ടാനക്കൂട്ടങ്ങളും വന്യമൃഗങ്ങളും ദേശീയപാതയിൽ ഇറങ്ങുന്നത് തടയാനാണ് അണ്ടർപാസുകൾ നിർമ്മിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. ബോഡിമെട്ടിനടുത്ത് തോണ്ടിമല, പൂപ്പാറയ്ക്കടുത്ത് മൂലത്തറ, ആനയിറങ്കൽ എന്നിങ്ങനെ 3 സ്ഥലങ്ങളാണ് ഇതിനായി കണ്ടെത്തിയത്. ദേശീയപാതയ്ക്കായി വനംവകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്തു നിന്നും മുറിച്ചു മാറ്റിയ മരങ്ങൾക്ക് പകരമായി ദേശീയപാത വിഭാഗം അടച്ച തുകയാണ് പദ്ധതിക്ക് ഉപയോഗിക്കുന്നത്. 6,90,00,000 രൂപയാണ് ഇതിനായി ദേശീയപാത വിഭാഗം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി അഥവാ ക്യാമ്പ എന്ന ഉപദേശക സമിതിയിൽ അടച്ചത്. 1 വർഷം മുമ്പ് ദേശീയപാത വിഭാഗത്തിന്റെ സഹായത്തോടെ അണ്ടർപാസുകളുടെയും ഓവർബ്രിഡ്ജുകളുടെയും രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കി വനംവകുപ്പ് ക്യാമ്പയ്ക്ക് സമർപ്പിച്ചിരുന്നു. ദേവികുളം ഗ്യാപ്പിന് സമീപം വരയാടുകൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ 4 മീറ്റർ വീതിയിൽ മേൽപ്പാലവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഏത് നിമിഷവും വന്യമൃഗങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയാണ്. തീർച്ചയായിട്ടും ഈ റോഡിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും വാഹനങ്ങൾക്കും അതുപോലെ വന്യമൃഗങ്ങൾക്കും വളരെയേറെ സംരക്ഷണം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. ആ പദ്ധതി ഇപ്പോൾ 2 വർഷമായിട്ടും നിലച്ചിരിക്കുകയാണ്. എവിടെയാണ് അതിൻ്റെ ഫണ്ട്, എന്താണത് ചെയ്യുന്നത് എന്ന് നിലവിൽ യാതൊരു വിവരവുമില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇത് വന്യമൃഗങ്ങൾ ഒരു ഭാഗത്തോട് കടന്നാൽ ഒരു പാസേജ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ആനകളെ സംബന്ധിച്ച് നമുക്കറിയാം അത് കറക്റ്റായിട്ട് ആ പാസേജിൽ കൂടി തന്നെ പാസ് ചെയ്യുള്ളൂ. അപ്പം ഇവിടെ കൃഷി ചെയ്യുന്ന സാധാരണക്കാരായ കർഷകർക്കും തൊഴിലാളികൾക്കും വളരെയേറെ ഉപകാരമുള്ളൊരു പദ്ധതി കൂടിയായിരുന്നു അത്. കാരണം അത് ആന പാസ് ചെയ്യുന്ന ഭാഗം ഒഴിവാക്കി നമുക്ക് അല്ലെങ്കിൽ പോയാൽ നമുക്കറിയാൻ പറ്റുന്നൊരു സംവിധാനമായിരുന്നു അങ്ങനെ ഒരു പാസേജ് ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അതിനുവേണ്ടി തുക വകയിരുത്തുകയും നിർമ്മാണം പക്ഷേ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്ന് എന്താണ് അതിൻ്റെ സംഭവം, എന്താണ് അതിൻ്റെ കാര്യം എന്ന് നമുക്കിതുവരെ വിലയിരുത്തിയിട്ടില്ല. റോഡ് നിർമ്മാണം പൂർത്തിയായി 2 വർഷമായിട്ടും ആ ഒരു ഭാഗം മാത്രം ഇപ്പോഴും
എന്താണ് അതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. വനം വകുപ്പിന് ഇവ നിർമ്മിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ദേശീയപാത അധികൃതരെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണം പൂർത്തിയായിട്ടും അണ്ടർപാസുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ജനജീവിതം സങ്കീർണമാക്കിയതായി കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ്. നിർമ്മാണ നിരോധനം വികസനത്തെ പ്രതികൂലമായി ബാധിച്ചു. മറ്റു ജില്ലകളിലേതുപോലെ ഇടുക്കിയിലെ ജനങ്ങൾക്കും ഭൂമി സ്വതന്ത്രമായി ക്രയവിക്രയം നടത്താനും കെട്ടിടം നിർമ്മിക്കാനും അവകാശമുണ്ട്. കൃഷിക്കാരെ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വർഷങ്ങളായി പറയുന്നതല്ലാതെ നടപടി ഉണ്ടാകുന്നില്ലെന്നും PC തോമസ്. വന്യമൃഗങ്ങൾക്ക് കടക്കുന്നതിനായി ദേശീയപാതയിൽ അണ്ടർപാസുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. അണ്ടർപാസുകൾ നിർമ്മിക്കാൻ പദ്ധതി ഒരുക്കിയത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് കുറുകെ 3 ഇടങ്ങളിൽ. മുടങ്ങിക്കിടക്കുന്നത് സംസ്ഥാനത്തെ ആദ്യ വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതി. വീടിന് സമീപം കാറ്ററിംഗ് സ്ഥാപനം ആരംഭിച്ചതിനു ശേഷം കിണറ്റിലെ കുടിവെള്ളം മലിനമായതായി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് വാത്തിക്കുടി മുരിക്കാശ്ശേരി ടൗണിന് സമീപം താമസിക്കുന്ന ഇരിപ്പക്കാട്ട് സണ്ണിയും കുടുംബവും. മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിക്കത്തുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ വീഴ്ച വരുത്തിയ മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റി. പഞ്ചായത്ത് സെക്രട്ടറി GP ഉദയകുമാറിനെ മാറ്റിയത് കോഴിക്കോട് തൂണേരി പഞ്ചായത്തിലേക്ക്. നടപടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.